ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഇൻഫിനിറ്റി ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുള്ളത് എഞ്ചിൻ ഓവർഹീറ്റും അതേമാതിരി തന്നെ ഗിയർ ഷിഫ്റ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുറച്ചൊരു വലിയൊരു വീഡിയോ ഇടുന്നത്. വലിയ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ തീർക്കുന്നതാണ്. അപ്പോൾ ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന എഞ്ചിനെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് 2.0 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, 4 സിലിണ്ടർ ആണ്. ഇതേ സെയിം എഞ്ചിൻ തന്നെ നിങ്ങൾക്ക് മെഴ്സിഡസിലും കാണാൻ സാധിക്കുന്നതാണ്. കാരണം മെഴ്സിഡസിൽ വരുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന സ്റ്റിയറിങ്ങിനും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതേമാതിരി ഇതൊരു സെമി ഹൈഡ്രോളിക് ടൈപ്പാണ്. സെമി ഹൈഡ്രോളിക് എന്ന് വേണം പറയാം. അതിന് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെമി ഇലക്ട്രിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഇലക്ട്രിക്കൽ മോട്ടറും അതേമാതിരി തന്നെ ഹൈഡ്രോളിക് സിസ്റ്റമായിട്ടാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഈ വാഹനത്തിലൊരു ടർബോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലൈൻറ്റ് ഇലക്ട്രിക്കൽ കൂളൻ്റ് പമ്പ് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതേമാതിരി തന്നെ ഒരു മെക്കാനിക്കൽ വാട്ടർ പമ്പും വരാറുണ്ട്. അതൊക്കെ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതേപോലെ തന്നെ ലീക്ക് വരുന്ന ഒന്നാണ് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ്. കോമൺ ആയിട്ട് ഈ ഒരു മോഡൽ വാഹനങ്ങൾക്ക് ഹൈ പ്രഷർ പമ്പ് ലീക്ക് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫിനിറ്റിയുടെ ഹൈ പ്രഷർ പമ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഴ്സിഡസിൻ്റെ പമ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കാരണം സെയിം തന്നെയാണ് ആ വാഹനത്തിലും വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഞാൻ പറഞ്ഞു ട്രാൻസ്മിഷൻ്റെ ഫോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ട്രാൻസ്മിഷൻ്റെ ഗിയർ പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിന് വന്നിരിക്കുന്ന ഒരു കോഡാണ് ഈ കാണുന്നത്. P0944 എന്ന് പറയുന്ന കോഡാണ് ഉണ്ടായിരുന്നത് ഹൈഡ്രോളിക് പ്രഷർ യൂണിറ്റിൻ്റെ. അപ്പോൾ ഇതിൽ ഈ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ട്രാൻസ്മിഷൻ ഓയിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ട്രാൻസ്മിഷൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. ഈ വാഹനത്തിൻ്റെ കൂളൻ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ കൂളൻ്റ് ടാങ്ക് തുറന്നതിന് ശേഷം അതിൻ്റെ അകത്ത് കൂളൻ്റ് തന്നെയാണോ അതോ ഇതേമാതിരി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം ഇത് ഓയിലുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ കൂളൻ്റ് ടാങ്കിൻ്റെ അകത്ത് ഓയിൽ വരാൻ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് എഞ്ചിൻ ഓയിൽ കൂളർ പോയി കഴിഞ്ഞാൽ വരാറുണ്ട്. അതേമാതിരി തന്നെ ഒന്ന് ട്രാൻസ്മിഷൻ ഓയിൽ കൂളർ പോയി കഴിഞ്ഞാൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ കൂളറാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ട്രാൻസ്മിഷൻ ഓയിൽ കൂളർ പോയി എന്ന് പറയാൻ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ നമ്മൾ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ഈ ഒരു അതേ കണ്ടീഷൻ നമ്മളെ കൂളൻ്റിൽ ഇരിക്കുന്ന അതേ കണ്ടീഷനാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ കളറും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ ഓയിൽ കൂളർ എന്ന് പറയുന്നത് റേഡിയേറ്ററിൻ്റെ അകത്താണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ കൂളർ വരുന്നത്. കാരണം ഇതിൻ്റെ 2 ലൈന് നിങ്ങൾ കണ്ടല്ലോ, ഓയിലിൻ്റെ ലൈനാണ്. ഇത് നേരെ പോയിരിക്കുന്നത് റേഡിയേറ്ററിലേക്കാണ്. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഒരു സൈഡിലാണ് ഇതിൻ്റെ കൂളർ ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും റേഡിയേറ്ററിന് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡാമേജ് ഈ കൂളറിന് പറ്റിക്കഴിഞ്ഞാൽ നേരെ മിക്സ് ആവുന്ന വെള്ളമായിട്ട് മിക്സ് ആവും, കൂളൻ്റുമായിട്ട് മിക്സ് ആവും. അപ്പോൾ ആ കൂളൻ്റുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ കാണുന്ന കളറാണിത്. അപ്പോൾ നമ്മളിത് ട്രാൻസ്മിഷൻ ഓയിൽ ചോർത്തിയപ്പോൾ കണ്ടിരിക്കുന്ന പ്രശ്നമാണിത്. ഇത് കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മെഴ്സിഡസിൽ കാണാം ഇതേ സെയിം എഞ്ചിൻ എന്ന്. അപ്പോൾ ഈ കാണുന്ന ഒരു മെഴ്സിഡസ് ആണ്, മെഴ്സിഡസിൻ്റെ C200 ആണ്. ഇതിൽ കാണുന്ന സെയിം എഞ്ചിൻ തന്നെ 4 സിലിണ്ടർ ആണ് ഈ കാണുന്ന എഞ്ചിനും. അപ്പോൾ ഇതേ സെയിം എഞ്ചിൻ തന്നെയാണ് നിങ്ങൾക്ക് ഇൻഫിനിറ്റിയിലും കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടല്ലോ, സെയിം എഞ്ചിൻ തന്നെയാണ്, വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന പ്രശ്നം. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.